എൻ്റെ പേര് ഫാദർ ബിജു പ്ലാത്തോട്ടത്തിൽ. ഞാൻ താവളം ഫൊറോനപ്പള്ളിയിലെ വികാരിയച്ഛനാണ്. ഈ ധ്യാനം ഇവിടെ നടക്കുമ്പോൾ എനിക്കൊരു സന്ദേഹം ഉണ്ടായിരുന്നു, ഇതെങ്ങനെയാകും. കാരണം ഞാനിവിടെ വന്നിട്ട് 3 മാസമായിട്ടുള്ളൂ. ഇതിനെപ്പറ്റി പലരും പല അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് കേട്ടു. ഞാനിതുവരെയും പോപ്പുലർ മിഷൻ ധ്യാനം നടത്തിയിട്ടുമില്ല. പ്രത്യേകിച്ച് സെഹിയോൻ ധ്യാനകേന്ദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ഇടവകയാകുമ്പോൾ പോപ്പുലർ മിഷൻ ധ്യാനം നടത്തിയാൽ എത്രമാത്രം അത് വിജയിക്കും എന്നൊരു ചിന്തയുണ്ടായിരുന്നു. പലരും എന്നെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്തത്, നിരുത്സാഹപ്പെടുത്തിയത്. പക്ഷേ എനിക്ക് തോന്നി, എന്തായാലും ഇങ്ങനൊരു ധ്യാനം ബുക്ക് ചെയ്തതല്ലേ, അത് നടത്തണം. അങ്ങനെയാണ് ഈ ധ്യാനം താവളം ഫൊറോനപ്പള്ളിയിൽ നടത്തിയത്. ഫൊറോനപ്പള്ളിയിൽ ഈ ധ്യാനം നടത്തിയപ്പോൾ ഒരു വളരെ അത്ഭുതമായിട്ടുള്ള കാര്യങ്ങളാണ് കാണാനായിട്ട് എനിക്ക് സാധിച്ചത്. ജനങ്ങൾ അതിനോടുള്ള പ്രതികരണങ്ങൾ വളരെ നല്ല രീതിയിലുള്ള പ്രതികരണമായിരുന്നു. 30 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ പോപ്പുലർ മിഷൻ ധ്യാനം നടത്തിയിരുന്നു. തൊട്ടിത്തറ അച്ഛൻ്റെ കാലഘട്ടത്തിലാണ് ഈ ധ്യാനം ഇവിടെ നടത്തപ്പെട്ടത്. അന്നുണ്ടായിരുന്ന അതേ കാലഘട്ടത്തിലുണ്ടായിരുന്ന അതേ പ്രതികരണം തന്നെ ഈ കാലഘട്ടത്തിലുള്ള ആൾക്കാരിൽ നിന്നും ലഭിക്കുവാനായിട്ട് ഇടവന്നു. വലിയ ബഹളങ്ങളൊന്നുമില്ല, വളരെ ശാന്തമായിട്ടുള്ള ധ്യാനം, ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള ധ്യാനം. ആഴമായിട്ടുള്ള തിയോളജിയൊന്നും ഇതിൽ പറയാനായിട്ടില്ലെങ്കിലും എന്തോ ഒരു ആത്മീയത, ഒരു ദൈവത്തിൻ്റെ അഭിഷേകം ഈ ധ്യാനത്തിൻ്റെ പിന്നിലുണ്ട് എന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും. ഏറ്റവും ബഹുമാനപ്പെട്ട വികാരി ബിജു അച്ച, മെൽവിൻ കൊച്ചച്ച, ധ്യാനഗുരുക്കന്മാരായ ജോജോ അച്ച, തോമസ് അച്ച, നമ്മുടെ സ്വന്തം വട്ടായി അച്ച, സോജി അച്ച, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് 3 ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടാണ് ആഗ്രഹിക്കുക. അതായിരിക്കും ഈ ധ്യാനത്തിൻ്റെ ലക്ഷ്യമായിട്ട് ഞാൻ കാണുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? രണ്ടാമത്തെ ചോദ്യം ഇതാണ്: നിങ്ങൾ എവിടെയാണ്? മൂന്നാമത്തെ ചോദ്യം: നിങ്ങൾ എവിടേക്ക് പോകുന്നു? ഈ 3 ചോദ്യവും നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണ്. സാക്ഷാൽ ദൈവം തമ്പുരാൻ ആദാമിനോട് ചോദിക്കുന്നുണ്ട്, നീ എവിടെയാണ്? നിങ്ങൾക്ക് സാഹചര്യം വളരെ വ്യക്തമായിട്ടറിയാം. അതുപോലെ ദൈവം കായേലിനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ സഹോദരൻ എവിടെയാണ്? അതുപോലെ തന്നെ മാലാഖ ഹാഗാറിനോട് ചോദിക്കുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 16-ാം അധ്യായം 8-ാം വാക്യത്തിൽ ചോദിക്കുന്നുണ്ട്, ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു? ഹാഗോറിനോട് തന്നെ വീണ്ടും ദൈവം ചോദിക്കുന്നു, നീ എവിടേക്ക് പോകുന്നു? ശരിക്കും പറഞ്ഞാൽ ഈ 3 ചോദ്യവും നമ്മളോട് ചോദിച്ച് അതിനൊരു ഉത്തരം കിട്ടിയാൽ നമ്മുടെ ധ്യാനം വിജയിച്ചു, വളരെ വലിയ വിജയമായി തീർന്നു എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങൾ ഈ ദിവസത്തിലെ ഈ 3 ചോദ്യം ചോദിച്ചു, 3 ഉത്തരവും, ചോദ്യത്തിനുള്ള ഉത്തരവും നിങ്ങൾക്ക് കിട്ടിക്കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എവിടെ നിന്നാണ് നമ്മൾ വരുന്നതെന്ന ചോദ്യത്തിന് വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന ഉത്തരം ഇതാണ്: ദൈവത്തിൽ നിന്നാണ് നമ്മൾ വരുന്നത്. എവിടെയാണ് നമ്മളെന്ന് ചോദിച്ചാൽ ഭൂമിയിലാണ് എന്നാണ് അതിനുത്തരം. ഇപ്പോൾ ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണോ അത് തമ്പുരാൻ്റെ മുൻപിൽ തുറന്നു വയ്ക്കുന്നൊരവസ്ഥയാണ്. എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ദൈവത്തിൽ എത്തിച്ചേരാനുള്ള യാത്രയാണ് ഒരു ക്രൈസ്തവൻ്റേത്. സ്വർഗരാജ്യം കൺമുമ്പിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്നവനാണ് ക്രൈസ്തവൻ. അതാണ് അവൻ്റെ ലക്ഷ്യം. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയിലെ തീർത്ഥാടകരാണ്. തീർത്ഥാടകരായ നമുക്ക് തീർച്ചയായിട്ടും വഴിയമ്പലങ്ങൾ ആവശ്യമാണ്. വഴിയമ്പലങ്ങളായിട്ട് ഞാൻ പറയും, സഭ ഒരു വലിയ വഴിയമ്പലമാണ്.
നമുക്ക് ശക്തി പകരാനായിട്ട്. കൂദാശകൾ വഴിയമ്പലങ്ങളാണ്. ദൈവാലയം വഴിയമ്പലമാണ്. ബൈബിൾ, അവിടുത്തെ വചനം, അത് തീർച്ചയായിട്ടും നമുക്ക് വഴിയമ്പലമാണ്. പ്രാർത്ഥന, കുടുംബം, കൂട്ടായ്മ, അങ്ങനെ ഒത്തിരിയേറെ ദൈവത്തെങ്കിലേക്ക് നയിക്കുന്ന വഴിയമ്പലങ്ങൾ ദൈവം തന്നെ നമുക്ക് സജ്ജമാക്കിയിട്ടുണ്ട്. ഈ ധ്യാനവും ആ യാത്രയ്ക്കുള്ള ഒരു വഴിയമ്പലമാണ്. നമ്മളിവിടെ വന്ന് ധ്യാനം കേട്ടു, ഹൃദയസ്ഥമാക്കി, തമ്പുരാൻ പ്രവർത്തിച്ചു, ആത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ലഭിച്ചു. അതുകൊണ്ട് തന്നെ ധ്യാനഗുരുവിനും നിങ്ങൾക്കും നല്ല അനുഭവങ്ങളുണ്ടായി. ഈ തീർത്ഥാടനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ശക്തി നമ്മൾ വീണ്ടും സ്വീകരിച്ചു. അതുകൊണ്ട് ഈ ധ്യാനത്തെ നിങ്ങളുടെ തീർത്ഥാടനത്തിനുള്ള വലിയൊരു വഴിയമ്പലമായിട്ട് ഞാൻ കാണുകയാണ്. ഇനി ഈ ധ്യാനം കഴിയുമ്പോൾ ഞാൻ എൻ്റെ ചിന്തയിൽ ഇപ്രകാരമാണ് കാണുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലെ ഒരു പിശാച് ബാധിതൻ്റെ കാര്യം പറയുന്നുണ്ട്. ആദ്യം വളരെ ടെററുള്ള ഒരു ചിത്രമാണ്. ചങ്ങല കൊണ്ട് ബന്ധിക്കാൻ സാധിക്കുന്നില്ല. ശവക്കോട്ടയിലാണ് ആളുടെ വാസം. അവനെ അടക്കി ഒതുക്കി നിർത്താൻ പറ്റുന്നില്ല. ഒരു ഉപദ്രവകാരിയാണ്. പക്ഷേ യേശുവെന്ന ആ ദൈവപുത്രനുമായി അദ്ദേഹം കണ്ടുമുട്ടിയപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാവം മാറുകയാണ്, രൂപം മാറുകയാണ്. 2 കൊച്ചു കാര്യങ്ങളാണ് അതിനുശേഷം അവനെക്കുറിച്ച് സുവിശേഷം പറയുന്നത്. ഒന്നാമത്തേത്, അവൻ വസ്ത്രം ധരിച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഈ വസ്ത്രം കൊണ്ട് ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഒരർത്ഥം കൂട്ടായ്മയിലേക്ക് അവൻ തിരിച്ചു വന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ശവക്കല്ലറയിൽ നിന്നും ശവക്കോട്ടയിൽ നിന്നും സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലേക്ക്, ദൈവത്തിൻ്റെ മക്കളുടെ സ്ഥാനത്തേക്ക്, ദൈവത്തിൻ്റെ ഒരു പൈതലായിട്ട് ഈ മകൻ തിരിച്ചു വന്നു എന്ന് നമുക്ക് തീർച്ചയായിട്ടും ഈ സുവിശേഷ പശ്ചാത്തലം വെച്ച് അനുമാനിക്കാം. അത് തീർച്ചയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ ഉപരിയായിട്ട് അവനൊരു മാമോദിസ സ്വീകരിച്ച ദൈവത്തിൻ്റെ പൈതലായി. മാമോദിസായിൽ നമ്മൾ വെള്ളവസ്ത്രം ധരിപ്പിക്കുന്നു. ഇതുപോലെ ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ച് വിശുദ്ധനായിട്ട് അവിടെ നിൽക്കുന്നു. രണ്ടാമത് പറയുന്നത്, സുബോധത്തോടെ ഈശോയുടെ സന്നിധിയിലായിരിക്കുന്നു. സാധാരണ ബോധമല്ല, സുവിശേഷത്തിൻ്റെ ബോധത്തെയാണ് ഇവിടെ സുബോധം എന്ന് പറയുന്നത്. ദൈവം കൊടുത്ത സദ്വാർത്ത ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ക്രൈസ്തവൻ്റെ പ്രവേശക കൂദാശ, മാമോദീസ, അതിലു ലഭിക്കുന്ന വിശുദ്ധി ഉൾക്കൊണ്ട് തമ്പുരാൻ്റെ സന്നിധിയിലായിരിക്കുന്ന ആ മനുഷ്യൻ ഒരു ഉത്തമ ക്രൈസ്തവൻ്റെ, ഒരു യേശു പൈതലിൻ്റെ, യേശു ശിഷ്യൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ കാണുകയാണ്. സ്നേഹമുള്ളവരെ, ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഈ ധ്യാനം കഴിയുമ്പോൾ നിങ്ങളും ഇതുപോലെ സുവിശേഷത്തെക്കുറിച്ച് ബോധ്യമുള്ളവരും ബോധമുള്ളവരും ആ സദ്വാർത്ത ജീവിതത്തിൻ്റെ വഴിത്താരയാണെന്ന് തിരിച്ചറിഞ്ഞ് വിശുദ്ധിയുടെ വെള്ളവസ്ത്രം ധരിച്ച് നിങ്ങൾ ഈ അവസരത്തിൽ തമ്പുരാനോട് കൂടി ആയിരിക്കുന്നു എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ആ അർത്ഥത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും തമ്പുരാൻ്റെ അനുഗ്രഹവും എല്ലാവിധ നന്മകളും പ്രത്യേകിച്ച് അഭിനന്ദനങ്ങളും ഞാൻ നേരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞാൻ ഇന്ന് ഈ സമാപനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട വികാരി ജനറൽ അച്ഛൻ്റെ സന്ദേശം കേട്ടു. പിശാച് ബാധിതൻ വസ്ത്രം ധരിച്ച് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് വന്നു, കൃപയിലേക്ക് വന്നു, കൂട്ടായ്മയിലേക്ക് വന്നു, ദൈവിക സഹവാസത്തിലേക്ക് വന്നു, വിശുദ്ധിയിലേക്ക് വന്നു. എൻ്റെ ഹൃദയത്തിൽ വളരെ ജ്വലനം അനുഭവപ്പെട്ടു. കാരണം കൊളോസസ് 3:4 നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ നാം അവനോട് കൂടെ
മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. നമ്മുടെ ജീവനായ ക്രിസ്തു നമുക്ക് ഈ ധ്യാനത്തിൽ വെച്ച് ഈ പ്രിയപ്പെട്ട അച്ഛന്മാരുടെ കഷ്ടപ്പാടുകളും ശുശ്രൂഷകളും പ്രാർത്ഥനകളെല്ലാം നമുക്ക് ഉപകാരപ്പെട്ടു. നമ്മുടെ ജീവനായ ക്രിസ്തുവുമായി നമുക്ക് വീണ്ടും ഒരു കൂട്ടായ്മ കിട്ടി. നമുക്ക് നഷ്ടപ്പെട്ട ബന്ധം ദൈവത്തിൻ്റെ കരുണയാൽ തിരിച്ചു കിട്ടി. അതുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം. നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ അവനോട് കൂടെ ഒരിക്കൽ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടേണ്ടവരാണ് ഈ ഇരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളൻ്റെ ഒരു ജീവിതാനുഭവം അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കും. ഞാൻ വായിച്ചു. അദ്ദേഹം പറയുകയാണ്, ഒരു വിശുദ്ധ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ സ്വർഗം കണ്ടിട്ടുണ്ട്, നരകം കണ്ടിട്ടുണ്ട്, ഞാൻ പലതും അങ്ങ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു മനുഷ്യ ആത്മാവിനെ എനിക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. സീനായിൽ വിശുദ്ധ കാതറിനാണിത് പ്രാർത്ഥിച്ചത്. അപ്പോൾ ഈശോ പറഞ്ഞു, ഞാനൊരു മനുഷ്യാത്മാവിനെ കാണിച്ചു തരാം. അങ്ങനെ ഒരു മനുഷ്യാത്മാവിനെ ഈശോ കാണാൻ സീനായിലെ വിശുദ്ധ കാതറിന് അനുഗ്രഹം കൊടുത്തു. കാതറിൻ ഒരു മനുഷ്യാത്മാവിനെ കണ്ടു. ആ മനുഷ്യാത്മാവിൻ്റെ മനോഹാരിതയിൽ മതിമറന്ന് സീനായിലെ വിശുദ്ധ കാതറിൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്ന് നേരത്തെ ഞാൻ പഠിച്ചിരുന്നില്ലെങ്കിൽ ഇത് മറ്റൊരു ദൈവമാണെന്ന് ഞാൻ വിചാരിച്ച് വശാകുമായിരുന്നു. കളങ്കമില്ലാത്ത ഒരാത്മാവിൻ്റെ മനോഹാരിതയേക്കാൾ മനോഹരമായ മറ്റൊന്നും ദൈവത്തിൻ്റെ സൃഷ്ടിയിലില്ല. കളങ്കമില്ലാത്ത ഒരാത്മാവിൻ്റെ മനോഹാരിതയേക്കാൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒന്നും ദൈവത്തിൻ്റെ സൃഷ്ടിയിലില്ല. അത്രമാത്രം ബ്യൂട്ടിയാണ് നമ്മുടെ ആത്മാവിനുള്ളത്. ദ ബ്യൂട്ടി ഓഫ് എ ഹ്യൂമൻ സോൾ. നമ്മുടെ ആത്മാവിന് അത്രയും മനോഹാരിതയാണുള്ളത്. ഈ ഒരു അറിവുള്ളൊരു വ്യക്തി വിശുദ്ധി നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ മാക്സിമം യത്നിക്കും. ഈ ഒരു അറിവുള്ളൊരു വ്യക്തി എപ്പോഴും നമ്മുടെ ജീവനായ ക്രിസ്തുവിനോടുള്ള ആ ബന്ധം ലോകത്തിൽ വളരെ പ്രധാനപ്പെട്ടതായി കണക്കാക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളൻ വീണ്ടും തുടരുകയാണ്. എന്നാൽ ചെറിയ ചെറിയ ക്ഷണിക സന്തോഷങ്ങൾക്ക് വേണ്ടി വിശുദ്ധി നഷ്ടപ്പെടുത്തിയാൽ അല്ലെങ്കിൽ ഈശോയുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തിയാൽ ആ ആത്മാവിൻ്റെ സ്ഥിതിയെക്കുറിച്ച് പറയുകയാണ്. നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന തോർത്ത് കുറച്ച് ടാറിനകത്തിട്ട് പുരട്ടിയിട്ട് അത് എടുത്താൽ എങ്ങനെയാണോ അതുപോലെയാണ് പാപത്തിൽ അല്ലെങ്കിൽ വിശുദ്ധി നഷ്ടപ്പെട്ട ഈശോയുമുള്ള ബന്ധം നഷ്ടപ്പെട്ട ആത്മാവിൻ്റെ സ്ഥിതി എന്ന് അനേകം വിശുദ്ധാത്മാക്കൾക്ക് കർത്താവ് കൊടുത്തിരിക്കുന്ന റെവലേഷനിലൂടെ വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ടെന്ന് ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് നമ്മൾ കുളിക്കുന്ന തോർത്ത് എടുത്ത് കുറച്ച് ടാറിനകത്ത്, റോഡൊക്കെ വെക്കുന്ന ടാറുണ്ടല്ലോ, ആ കീലിനകത്തങ്ങ് ഉരുട്ടുക. എന്നിട്ട് എടുത്ത് എങ്ങനെയാണോ അതുപോലെയാണ് ഈശോയുമായുള്ള ബന്ധത്തിൽ നഷ്ടപ്പെട്ട ആത്മാവിൻ്റെ സ്ഥിതി. ആ ആത്മാവിനെ വിശുദ്ധിയിൽ കൊണ്ടുവരാൻ ഈശോയ്ക്ക് മാത്രമേ കഴിയൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഈ ധ്യാന ദിവസങ്ങൾ ഈ പ്രിയപ്പെട്ട അച്ഛന്മാരുടെ ത്യാഗം, ഉപവാസം, കഷ്ടപ്പാട്, അതിൽ വികാരിയച്ഛനും കൊച്ചച്ഛനും പിന്നെ അതുപോലെ രൂപതയിൽ അറിയാവുന്ന അച്ഛന്മാരൊക്കെ സെയ്യോനിലെ അച്ഛന്മാർ ഇവരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അനേകം. അതുകൊണ്ടാണ് നിങ്ങളുടെ കണ്ണുകളിലൊക്കെ ഈ തിളക്കം. ആത്മാവിൻ്റെ വിശുദ്ധി തിരിച്ചു കിട്ടി, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട നിത്യജീവൻ്റെ അഭിഷേകം തിരിച്ചു കിട്ടി. വലിയ സന്തോഷമാണ്. ബഹുമാനപ്പെട്ട മാരിപ്പട്ടച്ചൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങളിത് ധാരാളം നിലനിർത്തണം, കാത്തു സൂക്ഷിക്കണം. അതിൻ്റെ വഴികളൊക്കെ ഈ ദിവസങ്ങളിൽ പറഞ്ഞു തന്നു. കൂടെ കൂടെ വചനം കേൾക്കണം, അതിനുള്ള വഴികൾ, അങ്ങനെയെല്ലാം. പിന്നെ ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുട്ടികൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂടെ കൂടെയുള്ള കുമ്പസാരം, ഇതിനെല്ലാം വിലയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെയുള്ള എല്ലാ അച്ഛന്മാരുടെയും, വികാരിച്ചൻ്റെയും വികാരി ജനറൽ അച്ഛൻ്റെ അഭിയുന്ന പിതാവിൻ്റെയും പിന്നെ ധ്യാനിപ്പിച്ച അച്ഛന്മാരെല്ലാം കൂട്ടായ്മയിൽ പ്രത്യേകം ഈശോയുമായ ഐക്യത്തിലുള്ള ആ ജീവിതം നിത്യം നിലനിൽക്കാൻ വേണ്ടി അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മളെല്ലാവരും യേശുവിൻ്റെ സന്നിധിയിൽ വരും. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, 1994 ഞാനിവിടെ വന്നപ്പോൾ ഉള്ള പല ചേട്ടന്മാരും അമ്മച്ചിമാരും ഇവിടെ ഇല്ല. ഒരുപാട് പേര് മരിച്ച് വേർപെട്ട് പോയി, അല്ലേ? വേർപെട്ട് പോയില്ലേ? ഒരുപാട് പേര്, അതുപോലെ ഒരുപാട് പേര് ഇവിടെ ഇല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരെല്ലാം മരിച്ച് അന്ന് നമ്മൾ കർത്താവിൻ്റെ സന്നിധി നിൽക്കുമ്പോൾ അവിടെ നമ്മൾ കണ്ടുമുട്ടും. അപ്പോൾ നമ്മളെല്ലാവരും കർത്താവിൻ്റെ വലതുവശത്ത് സ്വർഗീയ സന്തോഷം അനുഭവിക്കുന്നവരായി കാണപ്പെടണമെന്ന്
നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടുന്ന് കൂടെ പ്രവാചകന്മാരെയും ശുശ്രൂഷകരെയും താവള ഇടവേലയ്ക്ക് അയക്കുകയാണ്. മാരിപ്പാട്ടച്ചനെ കർത്താവ് അച്ഛൻ്റെ കൂടെയുള്ള വൈദികനെയും കർത്താവ് ഇങ്ങോട്ട് അയച്ചു. നമുക്ക് ഈ താവളത്തിന് നൽകാവുന്നതിൽ, കർത്താവിന് നൽകാവുന്നതിൽ വളരെ വിശേഷപ്പെട്ട ഒരു ധ്യാനം, ഒരു അനുഗ്രഹമാണ് അച്ഛന്മാരിലൂടെ കർത്താവ് നമുക്ക് തന്നത്. കർത്താവിനോട് ഒരുപാട് നന്ദിയുള്ളവരായിരിക്കാം. സ്വർഗത്തിലെത്താൻ വേണ്ടി നമുക്ക് അധ്വാനിക്കാം. നരകം ഒരു യാഥാർത്ഥ്യമാണ്, സ്വർഗം ഒരു യാഥാർത്ഥ്യമാണ്. സ്വർഗത്തിലെത്താൻ വേണ്ടി നമുക്കെല്ലാവർക്കും അധ്വാനിക്കാം. അതിന് ആത്മാവിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടാതെ ജീവിക്കാൻ, ദൈവഭയത്തോടെ ദൈവചിന്തയോടെ ജീവിക്കാൻ, ക്രിസ്തുവിനുള്ള ഐക്യത്തിൽ ജീവിക്കാൻ അനുഗ്രഹം നമുക്ക് ചോദിക്കാം. ഈ ആശീർവാദ സമയത്ത് അച്ഛൻ പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് അതിനു വേണ്ടിയാണ്. താവളത്തുനിന്ന് ഒറ്റയാളും നരകത്തിൽ പോകരുത്. താവളത്തുനിന്ന് എല്ലാവരും സ്വർഗത്തിൽ എത്തണം. ഈ ഒരു ഇൻറ്റൻഷൻ വെച്ചുകൊണ്ടാണ് ഈ ആശീർവാദത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അഭിമന്യ പിതാവിൻ്റെയും അച്ഛന്മാരെല്ലാം കൂട്ടായ്മയിൽ ഇപ്പോൾ ഈ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നല്ല ദൈവമേ, അഭിമന്യ പിതാവിൻ്റെയും 2 പിതാക്കന്മാരുടെയും കൂട്ടായ്മയിൽ പെരിയ ബഹുമാനപ്പെട്ട വികാരി ചന്ദ്രാളച്ചൻ്റെ കൂട്ടായ്മയിൽ കർത്താവേ, താവളം ഇടവകയുടെ ഫൊറോന വികാരിച്ചൻ്റെ കൊച്ചച്ഛൻ്റെയും കൂട്ടായ്മയിൽ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാരിപ്പട്ടച്ചൻ്റെയും സഹവൈദികൻ ധ്യാന ടീമിൻ്റെ കൂട്ടായ്മയിൽ, ഇവരോട് ഇന്ന് വരെ വചനം പ്രസംഗിച്ചുള്ള എല്ലാ അഭിമന്യ ഗുരുക്കന്മാരുടെയും കൂട്ടായ്മയിൽ ഇവരെ ആശീർവദിക്കുന്നു. ദൈവമേ, നിത്യജീവൻ്റെ അഭിഷേകം ഒരിക്കലും നഷ്ടപ്പെടാതെ കർത്താവ് അനന്തതയിൽ അങ്ങയോടിലേക്കോളം അത് മുറുകെ പിടിക്കാനുള്ള നിത്യമായ അനുഗ്രഹം ഈ ദാസിദാസന്മാർക്കും ബാലികാബാലന്മാർക്കും കുഞ്ഞുമക്കൾക്കും കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കും ലഭിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആരാധനയ്ക്കു യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എളിമയോടെ താഴ്മയോടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളിലേക്ക് അയക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും എന്നരുളി ചെയ്ത പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ കൂപ്പി അൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യീശോയെ നോക്കാം. വചനം ഓർമ്മപ്പെടുത്തുന്നു, അവനെ നോക്കിയവർ പ്രകാശിതരായി. ആ പ്രകാശം പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണതയാണ്. ജോയൽ പ്രവചനം 2-ാം അധ്യായം 28-ാം തിരുവചനം. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. അന്നിങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനമുണ്ടാകും. എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. കണ്ണുകൾ അടയ്ക്കാം. കർത്താവേ, ജോയൽ പ്രവചനത്തിലൂടെ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ, സുശേഷത്തിലൂടെ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ സ്ലീഹന്മാർക്ക് പകർന്നു നൽകിയ ദൈവിക ചൈതന്യത്തെ ഞങ്ങളിലേക്ക്, ഞങ്ങളായിരിക്കുന്ന ജീവിത മേഖലകളിലേക്ക് പകർന്നു നൽകണമേ. മാമോദീസായിലൂടെ
ഞങ്ങൾക്ക് ലഭിച്ച ദൈവത്തിൻ്റെ ചൈതന്യത്തെ വീണ്ടും നാഥ ഉജ്ജ്വലിപ്പിക്കണമേ, ശക്തിപ്പെടുത്തണമേ. ഭയം, പേടി, ആകുലത ഇതെല്ലാം എടുത്തു മാറ്റുന്ന ദൈവത്തിൻ്റെ ചൈതന്യമേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തി അഭിഷേകത്താൽ നിറയ്ക്കണമേ. സ്ലേഹന്മാര് പന്തക്കുസ്ത തിരുനാളിന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇതാ അവരുടെ ഇടയിലേക്ക് തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നു. അപ്പസ്തോല പ്രവർത്തനം 1:8 തിരുവചനത്തിൽ നാം വായിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് സ്ലേഹന്മാരിൽ നിറഞ്ഞതുപോലെ കർത്താവേ ഞങ്ങളിലും നിറയണമേ. കരങ്ങളൊന്ന് യാചന രൂപത്തിൽ പിടിക്കാം. കരങ്ങൾ അല്പം ഒന്ന് തുറന്ന് ഒന്ന് യാചന രൂപത്തിൽ പിടിക്കാം. സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, യേശുവിനെ മഹത്വപ്പെടുത്തിയപ്പോൾ, യേശുവിനെ ആരാധിച്ചപ്പോൾ സ്ലേഹന്മാരിൽ ഇറങ്ങിയ പരിശുദ്ധാത്മാവെ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഒരു 2 പേര് കേൾക്കുന്ന ശബ്ദത്തിൽ യേശുവേ നന്ദി, ഹല്ലേലൂയ എന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കുന്ന ഒരു 2 പേര് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇത് നമ്മുടെ അധരങ്ങളിൽ യേശുവിൻ്റെ നാമം, ഹൃദയത്തിൽ യേശുനാമം തന്നോട് ചേർന്നു നിൽക്കുന്നവരിലേക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുന്ന ഈശോയെ സ്തുതിക്കുന്നു. ഒരു 4 പേര് കേൾക്കുന്ന ശബ്ദത്തിൽ യേശുവേ നന്ദി, യേശുവേ സ്തുതി. എല്ലാവരും ആരും മറ്റുള്ളവരെ നോക്കുന്നില്ല, ഈശോയെ മാത്രം നോക്കുകയാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ഒരു 8 പേര് കേൾക്കുന്ന ശബ്ദത്തിൽ യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അല്പം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു 10 പേര് കേൾക്കുന്ന ശബ്ദത്തിൽ ഈശോയെ സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറയാം. ഈശോയെ നന്ദി, ഈശോയെ ആരാധന എന്ന് പറയാം. ഭാഷാപരമുള്ളവർ അങ്ങനെ എല്ലാവരും സ്തുതിക്കട്ടെ. എല്ലാവരുടെ മധുരങ്ങളിൽ യേശുനാമം, അധരം തുറന്ന് ഹൃദയം തുറന്ന് യേശുവേന്ന് വിളിച്ചെന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. എൻ്റെ പേര് സിസ്റ്റർ വിമല CMC. ഞാൻ താവളം ഫൊറോനയിൽ ഞങ്ങൾക്ക് 5 CMC മഠങ്ങളുണ്ട്. അതിൽ ഒരു ഹോസ്പിറ്റൽ മഠമാണ് സെൻറ്റ് പീറ്റേഴ്സ് ഹോസ്പിറ്റൽ. അവിടെ ഞാൻ വർക്ക് ചെയ്യണു. ഈ 5 ദിവസം നമ്മുടെ പോപ്പുലർ മിഷൻ ധ്യാനം സജീവമായി സംബന്ധിക്കുവാനായിട്ട് എനിക്ക് നല്ലൊരു അവസരം കിട്ടി. 5 ദിവസവും എന്നെ സംബന്ധിച്ച് നല്ലൊരു ആത്മീയമായ ഉണർവ് കിട്ടിയൊരു ദിവസങ്ങളായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പ്രൊസഷനായിട്ട് വരുന്നതും അത് കഴിഞ്ഞിട്ടുള്ള ടോക്കുകളും എല്ലാ ശുശ്രൂഷകളും വളരെ ഹൃദയസ്പർശിയായിരുന്നു. സമൂഹത്തിനും ഒരു എനർജി ആയിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് എല്ലാവരും പറ്റുന്നിടത്തോളം എല്ലാവരും സമയത്ത് വന്ന് സംബന്ധിക്കാനും എല്ലാ ശുശ്രൂഷകളും കഴിയുന്നതും വരെ ഇവിടെ ആയിരിക്കുവാനായിട്ടും ഞങ്ങളുടെ സമൂഹത്തിലെ ഒരുവിധം ആൾക്കാർ സാധിച്ചിരുന്നു. നല്ലൊരു എനർജറ്റിക്കായിട്ടൊരു ദിവസങ്ങളായിരുന്നു ഈ 7 ദിവസങ്ങൾ. പ്രത്യേകിച്ച് പോട്ട ആശ്രമത്തിലെ ഞങ്ങളുടെ പ്രത്യേക ജോർജ് അച്ഛനും തോമസ് അച്ഛനും മറ്റെല്ലാവർക്കും ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇടവക സമൂഹത്തെ വിശ്വാസത്തിലും ആത്മീയമായിട്ടും ഉണർത്തുവാനായിട്ട് സജീവമായ നല്ല ദിവസങ്ങളായിരുന്നു 7 ദിവസങ്ങൾ. അപ്പോൾ പ്രത്യേകം എല്ലാവർക്കും നന്ദി പറയുന്നു.